നമുക്ക് ഹെൽത്തി ഫുഡ് പെട്ടെന്ന് റെഡിയാക്കിയാലോ. കുറച്ച് വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഉപ്പിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാനിൽ ബട്ടർ ഇട്ട് ഈ ബോയിൽ ചെയ്ത ചിക്കനും എല്ലാം കൂടി അതിലോട്ടൊന്ന് ഇടുക. ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ബട്ടറിൽ ഒന്ന് കുക്കായി വരണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുക. എന്തായാലും ടേസ്റ്റൊക്കെ വരണമല്ലോ. അപ്പോൾ അതൊന്ന് ആ ബട്ടറിലൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഹെൽത്തി ഫുഡാണെങ്കിൽ കൂടി ടേസ്റ്റായിട്ട് കഴിക്കാനാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ആക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബുൾസയും കൂടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റും കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. എല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഫുഡാണ്. ഒരുപാട് മസാല വേണ്ട, ഒരു സാധനങ്ങളും നമ്മൾ വീട്ടിലുള്ള ഏത് വെജിറ്റബിൾ ആണെങ്കിലും നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ആണെങ്കിലും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒരു ആപ്പിൾ സ്ലൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ടാണോ ഉള്ളത് അതെടുക്കാം. ചക്കപ്പഴം ആണെങ്കിലും വാഴപ്പഴം ആണെങ്കിലും ഏതാണെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ആപ്പിളും സ്ട്രോബെറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനെ എടുത്തു. അതൊന്ന് സ്ലൈസ് ചെയ്ത് പ്ലേറ്റിലോട്ട് വയ്ക്കുക. അതിനുശേഷം 2-3 സ്ട്രോബെറിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ നമുക്ക് ഡ്രൈ ഫ്രൂട്ടൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ടൊക്കെ വയ്ക്കാം. ഡ്രൈ ഫ്രൂട്ടും ഞാൻ ഒരു 2-3 ഡേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സും കൂടി വച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ഫ്രൂട്ടാണോ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്, ഇന്നിപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത വീടുകളില്ല. എല്ലാവരും ഹെൽത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഡേറ്റ്സും നട്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നട്ട്സ് നമുക്ക് ബദാമും വാൾനട്ടും കുറച്ച് പംകിൻ സീഡും കൂടെയൊക്കെ വയ്ക്കാം. ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഫൈബറും ന്യൂട്രീഷ്യൻസും ഒക്കെ ഉള്ള വൈറ്റമിനും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. നമ്മൾ എന്നും ദോശയും ഇഡലിയൊക്കെയല്ല, അതൊക്കെ ഒന്ന് ഒരു ദിവസം മാറ്റി പിടിച്ച് ഇങ്ങനെയുള്ള ഫുഡൊക്കെ വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു ബുൾസയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.